എല്ലാവർക്കും ഒരു ഹായ്. പോയി ഇന്ന് മുതൽ കാണാൻ പോകുന്നത് ഒരു പുതിയ ആനിമയാണ്. ഈ ആനിമയുടെ പേര് ടെയിൽ ഓഫ് ദി ഹിയറിംഗ് കോഡ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി ആകട്ടെ, ക്യാരക്ടർ ആകട്ടെ, ക്വാളിറ്റി ആകട്ടെ എല്ലാം പെർഫെക്റ്റ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിലെ മിസ്റ്ററി എൻ്റെ പൊന്നോ. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ആനിമ തന്നെ കാണുന്നത്. 2 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ 28 എപ്പിസോഡ് കണ്ടു തീർത്തിരുന്നു. ഇതൊരു ഓൺ ഗോയിങ് ആണ്. ഇപ്പോൾ 32-33 എപ്പിസോഡായി. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആനിമ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഞാൻ എൻ്റെ എഫേർട്ട് എടുത്ത് മാക്സിമം ഈ മാസം കൊണ്ട് തന്നെ ഇത് തീർക്കാനായിട്ട് നോക്കാം. അതിന് മുൻപ് ഒരു ചാനൽ അപ്ഡേറ്റ്. ഞാൻ ഇട്ടിരുന്ന ഡെയിലി ലൈഫ് 50 ഇമോർട്ടൽ കിങ് അങ്ങനത്തെ ആനിമ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ മറ്റേ ചാനലിലേക്കാണ് ഇനി ഇടാൻ ശ്രമിക്കുക. ഇതിൽ ഈ ടൈപ്പ് ഡൊങ്ക്വാസ് അല്ലെങ്കിൽ ഈ സോർലാൻഡ് ബാറ്റിൽ 3000 അങ്ങനെ പോലത്തെ ആനിമ ഇടാനാണ് നോക്കുന്നത്. അതിന് കാരണം മെയിനായിട്ട് ഈ ഡെയിലി ലൈഫ് 50 ഇമോർട്ടൽ കിങ് അത് ഓൾറെഡി ഒരു കോപ്പിറൈറ്റ് കിട്ടിയായിരുന്നല്ലോ. പിന്നെയും 3-4 എപ്പിസോഡിന് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. അത് ബ്ലോക്കാക്കി, സ്ട്രൈക്കെല്ലാം ബ്ലോക്കാക്കി. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആനിമ കിട്ടിന് പണി ആക്കണ്ട എന്ന് വിചാരിച്ചാണ്. പിന്നെ ഇപ്പം നോക്കിയാൽ ഡെയിലി ലൈഫ് 50 അത് ഇപ്പോൾ ഈ ചാനലിൽ കാണില്ല. കാരണം ഞാൻ എല്ലാം ഡിലീറ്റ് ആക്കി. കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ അത് ഫേസ്ബുക്കിൽ ഇട്ടേക്കാം, എല്ലാം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അതത്രേ ഉള്ളൂ. പിന്നെ ത്രോൺ ഓഫ് സെയിൽ അതിനായി സ്റ്റാർട്ട് ചെയ്യാം. കുറേ പേര് അത് ഇടാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ വ്യൂസ് മാത്രമല്ല സപ്പോർട്ട് കൂടി നോക്കിയിട്ടാണ് അത് ഇടാൻ നോക്കുന്നത്. ആ ആനിമയ്ക്ക് മാത്രമാണ് അത്ര സപ്പോർട്ട് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. മെയിനായിട്ട് തന്നെ അതും എനിക്ക് തന്നെ ബോറായിട്ട് തോന്നി. കാരണം ഹീറോ ഓവർ പവറായിട്ട് അതും പോട്ടെ എന്ന് വയ്ക്കാം, ബാക്കിയുള്ളവരൊക്കെ ലോ ലെവൽ പോലെ. മെയിനായിട്ട് ക്രിഞ്ച് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ അതിൻ്റെ സ്റ്റോറി ലൈൻ പോലും വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. എങ്കിലും ഞാൻ ഇടാം. ഞാൻ 115-116 എപ്പിസോഡ് വരെ കൺട്രോളായിരുന്നു, അത്ര ഓർമ്മയുള്ളൂ. അതിനുശേഷം ഞാൻ പിന്നെ അങ്ങോട്ട് കണ്ടില്ല, കാണാൻ തന്നെ തോന്നിയില്ല. ഓക്കെ, അതത്ര ഉണ്ട്. ത്രോണോസിൽ ഞാൻ ഇനി ഇടാം. പിന്നെ വേറെ അതിനാ പിന്നെ ഒരു ദിവസം പറയാം. ഓക്കെ, അതത്രേ ഉള്ളൂ. സോ ഇന്ന് മുതൽ കാണാൻ പോകുന്നത് ടെയിൽ ഓഫ് ദി ഹിയറിംഗ് കോഡ് എന്ന ആനിമയുടെ എപ്പിസോഡ് 1 ഓക്കെ, എപ്പിസോഡിൽ ആദ്യം തന്നെ ഒരു രാത്രി അത് നോർമൽ പോലെ ആയിരുന്നില്ല. കാരണം അവിടെ ചന്ദ്രനോ നക്ഷത്രമോ ഒന്നും തന്നെ ഇല്ല. ഫുള്ള് ഡാർക്ക്നെസ് ആയതുപോലെ അവിടെ അത് പരക്കുവാണ്. അവിടെ വെള്ളത്തിലൂടെ ഒരു കുഞ്ഞൊഴുകി പോകുന്നുണ്ട്. അല്ല, ആ കുഞ്ഞിനെ കൊണ്ട് ഒരു സ്ത്രീ കണ്ടറിയാത്തൊരു സോള് പോലെ എന്തോ ആണെന്ന് അതാരെന്ന് പറയുന്നില്ല. ആ കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ്. അവൻ്റെ നെഞ്ചിലായിട്ട് ഒരു പെൻഡന്റ് അതും കാണാം. അതിനുശേഷം ഒരു വില്ലേജ്, അവിടെ ആയിട്ട് ആ കുഞ്ഞിരിപ്പുണ്ട്. ചുറ്റും കുറച്ച് പേര്. ഇവരുടെ പേര് ഈ സ്റ്റോറിയിൽ ഇപ്പോഴും എവിടെയും പറയുന്നില്ല. കണ്ടത് വെച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരെ വിളിക്കുന്നത് വെച്ച് തന്നെയാകും മുന്നോട്ട് കൊണ്ടുപോവുക. അതിലെ ആർട്ടായി ഒരാളുണ്ട്, ആർട്ട്മാൻ. ഇവൻ രാത്രി ഒന്നും പറ്റാതെ അതിജീവിച്ചെങ്കിൽ ഇവനൊരു ടീമനാണ് എന്ന മ്യൂട്ട് ആയ ഒരാള്. അല്ലെ പെൻഡന്റ് മാറിപ്പോണ്. നമ്മുടെ വില്ലേജിലുള്ള സ്റ്റാച്ചുവിനെ പോലെയാണ് അതാണ് സംരക്ഷിച്ചേ എന്ന് വൺ ഹാൻഡ് മാനുമായി പോലെ അയാളെ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് പറയാം. അയാൾ വഴി പറയുകയാണ്, എന്നാൽ ഇതൊന്നും നമുക്ക് നോക്കണ്ട എന്ന് പറഞ്ഞ് ഹാഫ് മാൻ പെട്ടെന്ന് സ്പീഡിന് വന്ന് അതെടുത്തെറിഞ്ഞപ്പോഴേക്കും വേറൊരാൾ വന്ന് തടഞ്ഞു. ബ്ലൈൻഡായ ഒരാൾ വന്നിട്ട് നമുക്ക് ആർക്കും ഇതിനെ വളർത്താൻ കഴിയില്ല. അപ്പോഴാണ് ഒരാൾക്ക് മിസ്റ്റർ ഇതിനെ വേദനയില്ലാതെ ഞാൻ കൊല്ലാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന. അപ്പോൾ തന്നെ ഒരു നീഡിൽ വെച്ച് കുത്തിറക്കി ആ കുഞ്ഞിനെ അവരിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇവനെ ഞാനല്ലേ കണ്ടെത്തിയ, ഞാൻ തന്നെ വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഒരു ഗ്രാനി, അവരുടെ പേര് ഗ്രാനി സി എന്നാണ് പറയുന്നത്, അങ്ങനെ തന്നെ പറയാം. എന്നിട്ട് വില്ലേജ് ചീഫിനോട് ചോദിക്കുകയാണ്, മൊത്തത്തിൽ ഇത്ര പേരാണ് ആ വില്ലേജിൽ തന്നെ ഉള്ളത്, ഇവനെങ്കിലും നോർമലായിട്ട് ഈ വില്ലേജ് ജീവിക്കട്ടെ എന്ന് പറയാണ്. അവൻ്റെ പേര് പെൻഡന്റിലുള്ള ചിന്നും കൂടിച്ചെടുത്ത് അവനെ ഷിൻമു എന്ന പേര് ഇട്ടു. ഇനി ഈ വില്ലേജിലുള്ളവരെ ഓരോരുത്തർക്കും ഓരോ കുറവുണ്ട്. ഒരാൾക്ക് ചെവി കേൾക്കില്ല, പകുതി ഇല്ല, ഒരു കൈയില്ല, കാലില്ല, സംസാരിക്കില്ല, തളർന്നു പോയി, അങ്ങനെ ഓരോ കുറവുകളുണ്ട്. അവർക്കാർക്കും പരസ്പരം അവരുടെ പാസ്റ്റിൽ നടന്ന കാര്യമൊന്നും അറിയില്ല. പലരും പല സ്ഥലത്ത് നിന്നാണ് ഇവിടെ വന്ന് ചേർന്നത്. അവരാരും പാസ്റ്റിൽ നടന്ന കാര്യം എന്താണെന്ന് ചോദിക്കുന്നില്ല. അതൊക്കെ പോകെ നമുക്ക് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാം. അങ്ങനെ പോകുമ്പോഴാണ് ഓരോരുത്തരുടെ പാസ്റ്റ് നടന്ന അവരാരായിരുന്നു എന്ന് അറിയുമ്പോൾ നമ്മൾ പോലും ഷോക്കായി പോകുന്നത്. അതിനുശേഷം രാത്രിയിൽ ഒരു കാര്യം നടന്നിരുന്നു. ആ കുഞ്ഞവിടെ കിടക്കുന്ന സമയത്താണ് ഗ്രാനിസിയും ഉണ്ട് പെട്ടെന്ന് ഒരു ഹീബിൾ പവർ പോലെ വന്ന് ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് വരുന്നത്. ഇതൊന്നും ഗ്രാനിസി കാണുന്നില്ല എന്ന് തോന്നിയ അവിടെ ഉണ്ടാക്കി എന്തിലോ പിടിച്ച് ഇറുകിയതും ആ സ്പിരിറ്റിനെ ഇറുകിയതുപോലെ. എന്നിട്ട് അവിടെയുള്ള ഒരു സ്ത്രീയുടെ ഉള്ളിലേക്ക് പോയി. ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നമുക്കും അറിയില്ല. അതൊക്കെ പോകെ കാണാം. അതിനുശേഷം ആ കുഞ്ഞ് വളരുന്നതാണ് കാണിക്കുന്നത്. മരണം പോലെ അവൻ്റെ മുന്നിൽ മാറി നിൽക്കുന്നത് പോലെ ഓരോ സാഹചര്യത്തിൽ അവൻ അതിജീവിക്കുന്നത്. അങ്ങനെ 15-16 വയസ്സായി എന്ന് കൂട്ടാം. അവൻ അവിടെയുള്ള ഹെർബിൾസ് എല്ലാം കളക്ട് ചെയ്യണ. അങ്ങനെ നിൽക്കണ് അവൻ്റെ മുൻപിലായിട്ട് ഒരു വലിയ സ്റ്റാച്ചു പോലെ. അതിന് മുൻപിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ മുഴുവൻ മാറുന്നത് പോലെ ഒരു പവർ. അവനും കണ്ട് അതിശയിച്ചു പോയി. പിന്നെ ഒരു ഒറ്റ ഓട്ടമാണ്. അതിനുശേഷം അഡ്വഞ്ചർ പോലെ ഒരു വലിയ പ്രതിമയുടെ മുകളിൽ കയറി നിന്നിട്ട് ഒരു കല്ലെടുത്തെറിഞ്ഞു. അവിടെ നോക്കുമ്പോണ്ട് ബാരിയർ പോലെ കൊണ്ട് കവറാണ്. പിന്നെന്താ അവിടെ കിടക്കുകയാണ്. അവിടെ സൂര്യൻ മറയുന്നു ഒരു വലിയ രൂപം അവനെ തുറച്ചു നോക്കുന്നത് പോലെ. പെട്ടെന്ന് അവൻ കണ്ണുറന്ന് അവൻ കണ്ട സ്വപ്നമായിരുന്നു എന്ന് നോക്കിയ ഗ്രാനിസി
അവിടെ ഉണ്ട്. ഹെർബൽസ് എടുക്കാൻ പോയിട്ട് എവിടെ കിടന്നുറങ്ങി, നിനക്ക് അറിയില്ലേ രാത്രിക്ക് മുമ്പ് പറഞ്ഞോന്ന്, ഇനി ആവർത്തിക്കരുത് എന്ന് മാത്രം പറയണ്. അതിനുശേഷം ഷിൻമു റിവർ ബാങ്ക് എന്നിടത്തേക്ക് പോവുകയാണ് ഒറ്റയ്ക്ക്. അവൻ ഈ കാര്യം ചെയ്തുകൊണ്ട് രാത്രി എന്തൊക്കെ കാണുന്നുണ്ട്, അതെന്താണ് ഡീമൺസ് ആണോ, നമ്മൾ എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നില്ല, അതിന് കാരണം അവിടെയുള്ള സ്റ്റോൺ സ്റ്റാച്യൂസ് ആണ്, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യും എന്ന ബാക്കി കാര്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ അവനെ തടയുന്നത് പോലെ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഒരുപാട് നാൾ ജീവിക്കും. എന്തൊക്കെയാ മറയ്ക്കുന്നുണ്ടെന്ന് അവനും മനസ്സിലായി, നമുക്ക് മനസ്സിലായി. അവനോട് രാത്രി വരണമെന്ന് പറഞ്ഞിട്ട് വിടുവാണ്. അവൻ പോയപ്പോൾ ഇതുവരെ അവൻ അവേക്കനിങ് ആയിട്ടില്ല. ഈ ഗ്രേറ്റ് റൂയിൻസിൽ അവൻ എങ്ങനെ അതിജീവിക്കും, ഇനിയും കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന് ഗ്രാനിസി പറയുമ്പോൾ അതിനാ ആൽക്കമിസ്റ്റ് 4 സ്പിരിറ്റിന് ബ്ലഡ് കിട്ടിയാൽ ഇതെല്ലാം സോൾവ് ചെയ്യാൻ കഴിയും എന്ന് മാത്രം പറയണം. അതിനുശേഷം അവൻ പോയിട്ട് തിരിച്ചു വരുന്നു. എന്താണ് ഈ ഡാർക്ക്നെസ്, ഇവിടെ എന്താ നടക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് അവനും പോകെ പെട്ടെന്ന് ആ കൗ എടുത്തുകാടി ഓടുവാണ്. നിൽക്കെന്ന് പറഞ്ഞ പറയി പോയി അത്ര മുമ്പ് വില്ലേജ് എത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ഥലത്ത് നിന്നു. അവളാണ് ഒരു പെണ്ണിന്റെ വോയിസ്, എന്നെ രക്ഷിക്കുക എന്നൊക്കെ. അവനെ എവിടെ നിന്ന് നോക്കുമ്പോൾ ആ കൗ ആണ് സംസാരിക്കുന്നത്. മിയോ നീയോ, അത് കൗവല്ലല്ലേ പറയാൻ പറ്റില്ല, ബുള്ള് മിയോ എന്നാണ് വിളിക്കുന്നത്, അങ്ങനെ പറയാം. ആ മിയോ, അതെ ഞാനാണ് നിന്നെ ചെറുപ്പം മുതലേ പാലുകാരനെ വളർത്തിയത്. വെച്ച് നോക്കിയാൽ പകുതി നിന്റെ അമ്മയാണ്. എനിക്കത് വേണ്ടി നീ ഒരു ഹെൽപ്പ് ചെയ്യും. 11 വർഷമായിട്ട് ഞാൻ ട്രാപ്പിലാണ് കിടക്കുന്നത്, എന്നെ രക്ഷിക്കുക. ഈ നീഡില് അതൊന്ന് പുറത്തെടുക്കുക. ആ നീഡില് ഗ്രാനിസി വെച്ചതാണെന്ന് അവനെ കണ്ടു. എന്തൊക്കെയോ പറഞ്ഞ് അവന്റെ മൈൻഡ് മാറ്റി. ഇതിനാ ഊരാം എന്ന് പറഞ്ഞിട്ട് ആ വാക്കും കേട്ടിട്ട് ഊരി അപ്പോണ്ട് വീടായ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങി. അവന് പേടിച്ച് മേവ് നിനക്ക് എന്തു പറ്റി, അത് അവസാനം തറയിൽ വീണ് നോക്കുമ്പോണ്ട് അതിനുള്ളിൽ നിന്ന് എന്തൊന്ന് പുറത്തു വരാനായിട്ട് പോകുന്നു. അതുകൊണ്ട് അവന് ഞെട്ടിപ്പോയി. അവസാനം കീറി മുറിച്ച് കൊന്ന് പുറത്തു വന്നു ഒരു കൈ. അതുകൊണ്ട് അവൻ ഷോക്ക്. നിങ്ങൾ ആരാ, അവളാണ് അത് ആരെന്ന് കാണിക്കുന്നേ. ആ കുഞ്ഞായിരുന്നപ്പോൾ ഗ്രാനിസി ലോക്കാക്കി വെച്ച ആ പെണ്ണ് ഞാൻ അവസാനം പുറത്തു വന്നു 11 വർഷം. എന്നിട്ട് അവനിട്ടൊരു നോട്ടം, നീയാണല്ലോ എന്നെ രചിച്ചേ, അതുകൊണ്ട് നിനക്ക് വേദനയില്ലാത്ത മരണം തരാം. അതിനുശേഷം കാവലാവ് വില്ലേജിൽ എന്ന് ടെറിഫിക്കായിട്ട് പറഞ്ഞിട്ട് അവന് നേരെ അറ്റാക്ക് അവൻ പെട്ടെന്ന് മാറിപ്പോയി. അവനൊരു സ്കില്ലും ഇല്ല. അതുകൊണ്ട് തന്നെ വരുന്നതെല്ലാം മാറി പോവുകയാണെങ്കിൽ അവനെ പിടിച്ച് കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. അവനെ കൊല്ലാനായിട്ട് പവർ എടുത്തത് ഗ്രാനിസി നിങ്ങൾ വന്നു എന്ന് പറയുന്നു. ഡിസ്ട്രാക്ട് ആയി. അപ്പൊ തന്നെ അവിടെ നിന്ന് ഓടി അവിടെയുള്ള ചെടിയിൽ ട്രാപ്പായി നോക്കി അതിൽ നിന്ന് പുറത്തു. പിന്നെ അറ്റാക്ക് അങ്കിൾ ഷുവാൻ പിന്നെ പറ്റിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് വരുന്ന സത്യത്തിൽ അങ്കിൾ ക്രിപ്പിൾസ് എന്ന് പറയുന്ന ഒരാളാണ്. ചുവാൻ എന്ന് പറയാം. ഒറ്റയടിക്ക് സൈഡാക്കി ഇങ്ങോട്ട് ഗ്രാനിസി വന്നിട്ട് സിറ്റിയിലോടിലെ മിസ്ട്രസ് 11 വർഷം മുമ്പേ നീ മരിച്ചു, പിന്നെ ജീവിക്കുമെന്ന് കരുതിയോ. അതുകൊണ്ട് ഷോക്കായെങ്കിൽ ഡിക്കുമെന്ന് പറഞ്ഞതും ആ നീഡിൽ വെച്ച് ഒറ്റ കുത്തിയിറക്കി. അതോടെ അതായത് സിറ്റി മിസ്ട്രസ് അവർ ഡെഡായി. നീയും റോങ് മെത്തേഡ് യൂസ് ചെയ്തു. നിന്റെ ഹസ്ബൻഡിനെ ഞാൻ പണിഷ് ചെയ്തില്ല, നീ വെറുതെ വിട്ടു. പിന്നെ നീ എൻ്റെ ചെക്കനെ കൊല്ലാൻ നോക്കിയിരുന്നു, ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുകയാണ്. അവർ ഡെഡായോ, അതിന് തലയ്ക്കൊന്ന് കൂട്ടിയിട്ട് നീ ഒരുപാട് മാർഷൽ ആർട്സ് വേൾഡിൽ പഠിക്കാനുണ്ട്, ഇപ്പോൾ വാ പോകാം എന്ന് പറഞ്ഞിട്ട് ഗ്രാനിസി അവനോട് അവൈകനിയുടെയാണ്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ വാ പോകാം, കാണിച്ചു തരാം. ആ കൗവിനെ ആ മിസ്ട്രസിനെ പുഴയിലേക്ക് ഇട്ടു. സിറ്റിയിലോട് അങ്ങനെ ഒരാളായിട്ട് ഇനി പ്രശ്നമുണ്ടാക്കാൻ പോകുമോ എന്തോ അതൊഴുകി പോകുന്നു. രാത്രിയായപ്പോൾ ഡാർക്ക്നെസ് വരാനായിട്ട് തുടങ്ങി. അതോടെ ഇപ്പോൾ ഡെഡായ പെട്ടെന്നൊരു സ്കെലിട്ടനായിട്ട് മാറുകയാണ്. അതിനുശേഷം ഗ്രേറ്റ് റൂയിൻസിന് വെളിയിൽ യോങ്ങിങ് റിവർ എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് നോർത്ത് വെച്ചേക്ക് യോങ്ങിങ് റിവർ. അവിടെ നോക്കിയാൽ അവിടെ മൂണുണ്ട്. അതായത് ഗ്രേറ്റ് റൂയിൻസിന് പുറത്താണ്. അവിടെ ആയിട്ട് ആ സ്കെലിട്ടൻ വന്നതുപോലെ അവിടെ കുറച്ച് പേരുണ്ട്. ഗ്രേറ്റ് റൂയിൻസ് ഒരു മാജിക്കൽ പ്ലേസ് ആണ്, ഫുൾ ശാപം നിറഞ്ഞതും. ഈ സ്കെലിട്ടന്റെ ഡ്രസ്സ് അത് ആ പ്ലേസിന് അടുത്തുള്ള ജിയാങ് ലോങ് സിറ്റിയിലാണ്. അവിടുത്തെ അറിയപ്പെടുന്ന ആ ഹോള് അത് മാജിക് ഓഫ് ടൈമു കൾട്ടാണ്. ഇപ്പൊ ആ കൾട്ട് ഗ്രൂപ്പ് അവർ ആ ഗ്രേറ്റ് റൂയിൻസിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവരെ കൊല്ലാനായിട്ട് പോവുകയാണ്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഒരുപാട് ട്വിസ്റ്റ് വെച്ചിട്ടാണ് തീർത്തി. വരുന്ന എപ്പിസോഡിൽ അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് നോക്കിയാൽ അതാണ് തെറ്റ്. ഏകപ്പെട്ട ട്വിസ്റ്റും വെച്ചിട്ട് പയ്യെ റിവീലാക്കും. ബട്ട് ഗ്രേറ്റ് റൂയിൻസ് അതെന്താണെന്ന് മാത്രമേ ഇപ്പോൾ പറഞ്ഞുതരാം. ഈ ഗ്രേറ്റ് റൂയിൻസ് അതൊരു മാജിക് പ്ലേസ് ആണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഡീമൺസും ഈവിൾസ് എല്ലാം കൂടി ചേർന്ന അതെല്ലാം കൂടി ഗോഡ്സിന് ആയിട്ടൊരു വാർ നടന്നു. ആ പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഗോഡിന്റെ പവറും ഈ ഡീമൺസിന്റെ പവറും ഡാർക്കൻസ് എല്ലാം കൂടി അവിടെ ഉണ്ട്. ഒരുപാട് മുൻപിൽ ഈ ഡാർക്കൻസ് അവരുടെ വശത്തുള്ള സൈഡാണ്, അവരുടെ പവറാണ്. അതാണ് ഈ രാത്രി നടക്കുന്നത്. അതെന്താണെന്ന് പോയി കാണും. പിന്നെ പ്രൊട്ടക്ഷൻ ആയിട്ട് ആ സ്റ്റാച്യു ഓഫ് സ്റ്റോൺ അതിലെ പവറാണ് ഗോഡ്സിനുള്ളത്. അതായത് ഗോഡ്സിന്റെ പവർ. ഒരുപാടധികം റൂയിൻസ് ആ പ്ലേസിലുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് അവിടെ ഗ്രേറ്റ് റൂയിൻസ് തന്നെ എന്ന് തന്നെ പറയുന്നത്. ഇതിനൊരു മറ്റൊരു പേരുണ്ട്, ഗ്രേറ്റ് വെസ്റ്റ്യാർഡ്. അതിലൊരു വില്ലേജാണ് കവോലവോ വില്ലേജ്. അവിടെയാണ് ആ വില്ലേജേഴ്സ് ഉള്ളത്. അതായത് ആ 9 പേരും. അപ്പൊ അത്രയുള്ളൂ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.